എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനൊരു യഥാർത്ഥ വിശ്വാസിയുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അല്ലാഹുവാരാണ്, അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഈമാനുള്ളവൻ, വിശ്വാസമുള്ളവൻ, അല്ലാഹുവിൽ കൊണ്ട് വിശ്വസിക്കുന്നവന്, മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവന്, അവൻ അല്ലാഹുവിന്റെ കരുണയെക്കുറിച്ച് അവൻ അറിഞ്ഞിരിക്കണം. അവൻ നിരാശപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ ഭയാനകമായ രോഗമാകട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നിരാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മുടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിരാശയാർക്കം അറിയുമോ, നിരാശയാർക്കം അറിയുമോ, വിശ്വാസിക്ക് നിരാശയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഅസൂന മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ നിരാശ ജീവിതത്തിൽ വെക്കല്, ജീവിതത്തിൽ നിരാശ വെക്കല്. അത് മുഅ്മിനിന്റെ അടയാളമല്ല, അത് ഈമാനുള്ളവന്റെ അടയാളമല്ല, അത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല, മരണവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്നു പോകുന്നത്, ആശ അറ്റുപോകുന്നത്, അത് സത്യനിഷേധിയുടെ, അത് സത്യനിഷേധിയുടെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, രോഗങ്ങളില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരാ. ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറയരുത്, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര ഭയാനകമായ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നിരാശരാകല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർ യഥാർത്ഥ വിശ്വാസിയുമല്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെണ്ണ് ാണ് പേരുണ്ടല്ലോ, 25 വർഷമായിട്ട് മക്കളില്ലാത്തവൻ, വിശ്വാസമുള്ളവൻ, എന്തെന്നറിയുമോ, വിശ്വസിക്കുന്നവന് കടം കടിച്ചു, നടക്കുന്നവൻ കടിച്ചു, അവന്റെ കരുണയെ കുറിച്ചവൻ അറിഞ്ഞിരിക്കണം. അവൻ നിരാശപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാകില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര ദാമ്പത്യ ജീവിതമായ രോഗമാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നമ്മുടെ ജീവിതത്തിൽ വേണ്ട നിരാശവിന്റെ കാരണത്തിൽ നിന്ന് വിദൂരമാകുവിന്റെ വിശുദ്ധ നഷ്ടപ്പെടുകയാണ്. നിരാശയാർക്കം അറിയുമോ, നിരാശയാർക്കം അറിയുമോ, വിശ്വാസിക്ക് നിരാശയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഅസൂന മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് സത്യനിഷേധികളുടെ സ്വഭാവമാ നിരാശ ജീവിതത്തിൽ വെക്കല്, ജീവിതത്തിൽ നിരാശ വെക്കല്. അത് മുഅ്മിനിന്റെ അടയാളമല്ല, അത്
ഈമാനുള്ളവന്റെ അടയാളമല്ല, അത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല, മരണവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അടയാളമല്ല. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് അകന്നു പോകുന്നത്, ആശ അറ്റുപോകുന്നത്, അത് സത്യനിഷേധിയുടെ അല്ലാഹുവിനെ മറന്നു നടക്കുന്നവന്റെ ഗുണമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, രോഗങ്ങളില്ലാത്തവരില്ല, കടങ്ങളില്ലാത്തവരില്ല, ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തവരില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായി എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസമുള്ളവരാ. ഒരിക്കലും അല്ലാഹുവിനെ കുറ്റം പറയരുത്, ഒരിക്കലും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര ഭയാനകമായ പ്രതിസന്ധി വന്നാൽ നിങ്ങൾ നിരാശരാകല്ലേ. വിവാഹം കഴിഞ്ഞ് 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, പഠിച്ചവരെ ഒരുപാട് പേരുണ്ടല്ലോ. 20 വർഷം 25 വർഷമായിട്ട് മക്കളില്ലാത്തവർ. പഠിച്ചവരെ അവര് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? എല്ലാ മരുന്നുകളും കടിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കടിച്ചു, പച്ചമരുന്ന് കടിച്ചു, എല്ലാ മരുന്നുകളും കടിച്ചവര് പറയുന്നത് എന്തെന്നറിയുമോ? പാടില്ല. അതുകൊണ്ട് നാം പഠിക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ജീവിതത്തിൽ നിരാശ പാടില്ല. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അല്ലാഹുവേ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, അവരുടെ സ്വഭാവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടയാളമായിട്ട് പരിശുദ്ധമായ എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ വെക്കൽ വൻപാപങ്ങളിൽ പെട്ടതാ. ഇനി പടച്ചറപ്പ് നമ്മളെ സഹായിക്കില്ലല്ലോ, അല്ലാഹു കൈവിട്ടല്ലോ, അല്ലാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഒരു ഇൽമ പഠിച്ചോ, ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ. നിനക്ക് കച്ചവടമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശ വെക്കരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. കല്യാണം കഴിച്ചു അല്ലാഹു റഹീമാ. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്ക്. എല്ലാവരും പറയും അവിടെ റഹ്മാനിർ റഹീം. അല്ലാഹു കരുണയുള്ളവനാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ, അല്ലാഹുവേ അത് സത്യനിഷേധികളുടെ സ്വഭാവമാ. 2 ചെറിയ പാപമല്ല, ചെറിയ പാപമല്ല, ചെറിയ പാപമല്ല, അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ാകട്ടെ. നിരാശ എന്ന് പറയുന്നത് അത് ഒരുപാട് കൊല്ലപ്പെട്ടതാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരിക്കലും അല്ലാഹുവിന്റെ വിഷയത്തിൽ ആശ വീട് തരുകരുത്. വഴിയടഞ്ഞാൽ ജോലിയില്ലേ, അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കും, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസത്തിന്റെ നടുവിലാണ് മാറാകട്ടെ. ജോലി ഒരിക്കലും കഴിഞ്ഞാലും അല്ലാഹ് അന്നം തരും. ഇറക്കമുണ്ടോ? പട്ടിണി ഇടുന്നില്ല. ഒരു ദുഃഖം കഴിഞ്ഞാൽ എത്ര പേരാ പട്ടിണി കിടക്കുന്ന? കൊറോണ വന്നിട്ട് എത്രയോ ദിവസം ജോലിക്ക് പോയില്ല, പട്ടിണി കിടന്ന് എത്ര പേരാ അവിടെ കൂട്ടത്തി. എല്ലാ പ്രയാസങ്ങളുടെ അപ്പുറവും വേറെങ്ങനെ അല്ലാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഷാജി കൊണ്ട് എന്ത് പാടില്ല. പായ്പാട് കിടന്നിട്ട് നിരാശാളി വരെ പോയില്ലേ നിങ്ങള്? എന്റെ ഉസ്താദേ, ജോലി ഉണ്ടോ ഇല്ലേ എന്നല്ല, കടയിൽ കച്ചവടം ഉണ്ടോ ഇല്ലേ എന്നല്ല, അല്ലാഹു നമുക്ക് റിസ്ക് തരുന്നുണ്ട്. റബ്ബ് നമ്മളെ പട്ടിണി കിട്ടുന്നില്ല, നമ്മൾ എന്തിനാ പേടിക്കണേ? ബേക്കറി ആണെങ്കിൽ അതുകൊണ്ട് ജീവിതം എന്ത് കടയാണ് പാടില്ല. ഈമാനുള്ളവൻ നിരാശ അവന്റെ ജീവിതത്തിലില്ല, ഈമാൻ ഇല്ലാത്തവനാണ് നിരാശ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും നിരാശ ജീവിതത്തിൽ പാടില്ല. അതുകൊണ്ട് നാം പഠിക്കേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ജീവിതത്തിൽ നിരാശ പാടില്ല. അത് അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ സ്വഭാവമാണ്. പ്രിയപ്പെട്ട
അവരുടെ അടയാളമായിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്. മഹാനായ ശൈഖ് ഇബ്നു ഖുദൈം റഹ്മഹുല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ വെക്കൽ വൻപാപങ്ങളിൽ പെട്ടതാ. ഇനി പടച്ച റബ്ബ് നമ്മളെ സഹായിക്കില്ലല്ലോ, അല്ലാഹു കൈവിട്ടല്ലോ, അല്ലാഹു കൈവിട്ടല്ലോ എന്ന് പറയുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇനിയെങ്കിലും ഒരു ഇൽമ പഠിച്ചോ, ഇനിയെങ്കിലും ഒരു അറിവ് പഠിച്ചോ. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശ വെക്കരുത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്ക്. റഹ്മാനിർ റഹീം. അല്ലാഹു കരുണയുള്ളവനാണെന്ന് ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് ആശ മുറിഞ്ഞു പോകൽ, അല്ലാഹുവേ, അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. ചെറിയ പാപമല്ല, ചെറിയ പാപമല്ല, ചെറിയ പാപമല്ല, അത് വൻപാപങ്ങളിൽ പെട്ടതാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പുറത്തു തരുമാറാകട്ടെ. നിരാശ എന്ന് പറയുന്നത് അത് ഉണ്ടോന്നറിയാകുമാറാകട്ടെ. ഒരിക്കലും അല്ലാഹുവിന്റെ വിഷയമായ ഉംറു മസാജിദ് അല്ല ഞാൻ പോകണ വഴി എല്ലാം അടയ്ക്കട്ടെ. ഈ പള്ളിയിലുള്ളവൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ജുമാസ്കരിക്കാൻ തരുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസമെങ്കിലും ജുമാസ്കരിക്കാൻ ഇവിടെ ഉണ്ടോന്ന് അറിയണം. ഒരിറക്കമുണ്ടോ? നാളെ അറിയാം. ദുഃഖം കഴിഞ്ഞാൽ ഒന്നാമത്തെ ജുമായ്ക്കെല്ലാം ഉണ്ടോ എന്നുള്ളത് നാളെ അറിയാം. എല്ലാ നമുക്കൊരു സന്തോഷം, വേറൊന്നും പറഞ്ഞല്ല, സന്തോഷം നൽകുമാറാകട്ടെ. ശരി, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നിരാശ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്ക്. ഈ ഉറപ്പുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ ജീവിതം കൊണ്ട് പറയാ, എന്റെ സ്വന്തം കടയാണ് ഞാൻ പറയുകയാണ്. ഒരിക്കലും അല്ലാഹു കൈവിടില്ല. ആ പടച്ച റബ്ബിൽ നിനക്ക് പ്രതീക്ഷയുണ്ടോ? വല്ലാഹി സത്യം, റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരാശപ്പെട്ടാൽ ഇനി പള്ളി കെട്ടാവുള്ളതാ പോയി. നിരാശപ്പെട്ട പിന്നെ പോയി റബ്ബിന്റെ സഹായം പിന്നെ ഇല്ല. പിന്നെ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല. പിന്നെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അല്ലാഹുവിലുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ അല്ല ഇങ്ങനെ ഇങ്ങനെ വിടും. ഒന്ന് നല്ലതുപോലെ ഒന്ന് നമ്മളെ കുളിപ്പിക്കാതെ, നല്ലതുപോലെ ഒന്ന് പ്രയാസപ്പെടുത്തിയിൽ പരിപാലിക്കാൻ പരിചയപ്പെടുത്തലുണ്ടാവുന്ന സഹായിക്കൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന് ഭയവും വേണം. അല്ലാഹുവിനെ പ്രതീക്ഷയും പറ്റി. ഒരാളുടെ ജീവിതത്തിൽ ഭയം കടന്നു വന്നാൽ തിന്മകൾ ചെയ്യുന്നതിൽ സത്യത്തിൽ പ്രതിജ്ഞ ചെയ്യുക, തിന്മകൾ ചെയ്യുന്നതിൽ അകലാൻ കഴിയും. ഒരാൾ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അടുക്കും. അല്ലാതെ മറ്റുള്ളവയെ ഭയന്നു കഴിഞ്ഞാൽ ഓടുന്നത് പോലെയല്ല. അല്ലാഹുവിനെ ഭയക്കും തോറും ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം നിരാശ പാടില്ല. അല്ലാഹു കരുണയുള്ളവനാണ്. എത്ര വലിയ പാപിക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്ക് ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഖുർആൻ പറയുന്നുണ്ട്. വൻപാപത്തിൽ പെട്ടതാണ് അല്ലാഹുവിനെ പങ്കു ചേർക്കുക, അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക. ഈ ശിർക്ക് ചെയ്യുന്നത് വൻപാപമാണ്. ഇപ്പോഴെന്നിട്ടും അല്ല പറഞ്ഞെന്തെന്ന് ഇടയ്ക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കും. പള്ളിയുടെ എല്ലാ പരിപാടിയും നോക്കിക്കൊള്ള, ഏത് കാര്യത്തിന് ഏത് രാത്രി ഞാൻ റെഡി. മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് എല്ലാവരും ഒരു യുദ്ധം നടക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധം നടക്കുന്ന അവസ്ഥ പറയണ്ട. നടക്കുമ്പോ തന്നെ പോലീസ് വരുന്നു എന്ന് പറയുമ്പോ പോലീസ് വരുന്നെന്ന് പറയുമ്പോ പിന്നെ കാണാറുണ്ടോ?
ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട മാതാവ് തന്റെ കുഞ്ഞിനെ ഈ പള്ളിയിലുള്ളവൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ നമസ്കരിക്കാൻ തന്റെ കുട്ടിയെ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നിലവിളിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ടൊരു മാതാവ് ഇങ്ങനെ നടക്കുകയാണ്. ആ രംഗം കാണുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുക, ആ മാതാവ് തന്റെ കുഞ്ഞിനെ തെരഞ്ഞു നടക്കുന്നു, നിങ്ങൾ കണ്ടുപിടിക്കുക. അവസാനം സ്വഹാബികൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തന്റെ മാതാവിന്റെ കയ്യിൽ കൊണ്ടുപോകുമ്പോൾ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ചു ചുടുചുംബനം കൊടുത്ത് നെഞ്ചിലേക്ക് ഈ ഉറപ്പുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പറയുക, എന്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ പറയുകയാ. ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് ഒരിക്കലും അല്ലാഹു കൈവിടില്ല. ആ പടച്ച റബ്ബിൽ നിനക്ക് പ്രതീക്ഷയുണ്ടോ? വല്ലാഹി സത്യം. പോയ തന്റെ മകനെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചോരക്കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു നിരാശപ്പെട്ട പിന്നെ പോയി റബ്ബിന്റെ സഹായം ഒരിക്കലും കഴിയില്ല. കാരണം ആ ഉമ്മക്ക് ആ അല്ലാഹുവിലുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ആ മകനെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ എങ്ങനെയാലോ ഒന്ന് ആ സമയത്താണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, സഹോദരങ്ങളെ, അടിമകളെ, ജീവിതത്തിൽ പാപം ചെയ്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മതിമറന്ന് നടന്നവരുണ്ടല്ലോ, അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ. ഇങ്ങനെ നടന്നവരെ ചെയ്യിൽ നിന്നതിൽ അകലാൻ കഴിയും. ഒരാൾ അല്ലാഹുവിലേക്ക് മനസ്സതുപോലെ വേദനിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നമ്മൾ അത്രയും വലിയ സ്നേഹമാണ്. കരഞ്ഞാ റബ്ബിന് സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കണ്ണുകരഞ്ഞാൽ അമ്മയ്ക്ക് വേദനിക്കണമെന്നില്ല, വാപ്പയ്ക്ക് വേദനിക്കണമെന്നില്ല, ഭാര്യയ്ക്ക് വേദനിക്കണമെന്നില്ല, കൂടപ്പറപ്പുകൾക്ക് വേദനിക്കണമെന്നില്ല, സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല. പക്ഷേ റബ്ബിന് സഹിക്കൂല. അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുക, ഈ ശിർക്ക് ചെയ്യുന്നത് വൻപാപമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ തകർന്ന് പ്രകടനമാകാൻ പോയാലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒറ്റ നിമിഷം കൊണ്ട് പഠിച്ചവനെ ക്യാൻസറാണ്, ട്യൂമറാണ്, ഡോക്ടർ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, രക്ഷപ്പെടുകയില്ല. ഈ കണ്ടവരെ മുഴുവനും അറിയിച്ചോ, ഇനി ഒരു മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ എഴുതി തള്ളിയ എത്രയോ പേര് വിളിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിനെ തെരഞ്ഞുകൊണ്ട് ഒരു മാതാവ് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ അറിയിക്കാൻ നടക്കുന്നു. നിങ്ങൾ 24 മണിക്കൂർ ഡോക്ടർ കൊടുത്ത ആയുസാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടുമെന്ന് പറഞ്ഞു പോയി എത്രയോ പേര് റബ്ബേ ആഫിയത്തോടുകൂടി നടക്കുന്നുണ്ട്. അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു, ഇത് അത്ഭുതമാ. ഈ രംഗം കണ്ടുകൊണ്ടിരിക്കില്ല, അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചോ. 24 മണിക്കൂർ ഇത്ര പറഞ്ഞത് എത്രയോ പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുമോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാണാതെ പോയ തന്റെ മകനെ കിട്ടിയ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചോരക്കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല, വെന്റിലേറ്ററില്ല, ഒരിക്കലും കഴിയില്ല. കാരണം ആ ഉമ്മമാരെ എന്നെ എഴുതി തള്ളി തീർന്നു പ്രസവിച്ച മകനെ നഷ്ടപ്പെട്ടു പോയി. ആ മകനെ കണ്ടു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ തീയിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ ജീവിതത്തിലാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അതുകൊണ്ട് നിന്റെ അടിമകളെ, ജീവിതത്തിൽ പാപം ചെയ്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മതിമറന്ന് നടന്നവരുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ നടന്നവരുണ്ടല്ലോ, ഇങ്ങനെ നടന്നവരെ പേടിയുണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ടാകണം.
പറയുമ്പോൾ ശിക്ഷയെക്കുറിച്ച് നമുക്ക് പേടിയുണ്ടാവണം. അതുപോലെ തന്നെ അവന് അല്ലാഹുവിന് നമ്മൾ അത്രയും വലിയ സ്നേഹമാണ്, നിനക്കുണ്ടാകണമെന്ന് കഴിയില്ലല്ലോ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മളെ നരകത്തിലിടുന്നില്ല. വിചരിക്കുന്നവന്, പലിശ അഹങ്കരിക്കുന്നവന്, നിസ്കരിക്കാത്തവന്, ഖുർആൻ ഓതാത്തവന് എന്നുള്ള പേടി ഒരു മുസ്ലിമിനുണ്ടാകണം. അതുപോലെ തന്നെ അവനൊരു പേടി മാത്രമല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ തൗബ ചെയ്താൽ ജസാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ഏതറ്റം പോയാലും തകർന്ന് 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 തരിപ്പണമാകാൻ പോയാലും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഒറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ ക്യാൻസറാണ്, ട്യൂമറാണ്, ഡോക്ടറെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, രക്ഷപ്പെടുകയില്ല. അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിച്ചോ, ഇനി ഒരു മരുന്നുകളുമില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ എഴുതി തള്ളിയ എത്രയോ പേര് ആഫിയത്തോടെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? പടച്ചവരെ, മരിച്ചു പോകുമെന്ന് പറഞ്ഞവർ ജീവിതത്തിൽ ഒരിക്കലും അറിയിക്കാൻ 1 മാസം 3 ദിവസം 24 മണിക്കൂർ ഒരു മനുഷ്യന് ഡോക്ടർ കൊടുത്ത ആയുസാണ്. 24 മണിക്കൂറിനുള്ളിൽ ഈ മനുഷ്യൻ മരണപ്പെടുമെന്ന് പറഞ്ഞു പോയി എത്രയോ പേര് റബ്ബേ ഇന്ന് ആഫിയത്തോടുകൂടി നടക്കുന്നുണ്ട്. അവസാനം അത്ഭുതത്തോടെ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതമാ. പറഞ്ഞു ഇനി മരുന്നൊന്നും മനുഷ്യനങ്ങനാണല്ലോ, അറിയിക്കാവുള്ളവരൊക്കെ അറിയിച്ചോ കൂടും. 24 മണിക്കൂർ പറഞ്ഞു എത്രയോ പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കും, റബ്ബേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അള്ളയുണ്ട്, എനിക്ക് തെറ്റുപറ്റിയപ്പോ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം എന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവ് അറിയാം, പിന്നെ അടിക്കാൻ വെന്റിലേറ്ററില്ല, പിന്നെ അടിക്കാൻ മെഡിസിറ്റിയില് ഡോക്ടർമാർ പറഞ്ഞ് എഴുതി തള്ളി തീർന്ന് നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു പെൺകുട്ടി നടന്നു വരുമ്പോഴും സ്വാഭാവികമായിട്ട് ഒന്ന് നോക്കി എത്രയോ പേർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു ചിലപ്പോൾ നമ്മളെ ഒന്ന് വേദനിപ്പിക്കും. ഒന്ന് വീടിലൂടെ നടന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കണ്ണോക്കിയപ്പോ ഒരു താത്തായി കണ്ടു, അതുകൊണ്ട് നോക്കിപ്പോയി സ്വാഭാവികം. അപ്പോൾ ഒന്നാമത്തെ 2 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കുക. നമുക്ക് പേടിയുണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ടാകണം, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നമുക്ക് പേടിയുണ്ടാവണം. അതുപോലെ തന്നെ അവന് ഗഫൂറാ, അവന് പുറത്തു തരുന്നവനാണെന്നുള്ള വിശ്വാസം നിനക്കുണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നമ്മളെ നരകത്തിലിടും. കണ്ടുപിടിക്കുന്നവന്, വിചരിക്കുന്നവന്, പലിശ തിന്നുന്നവന്, അഹങ്കരിക്കുന്നവന്, നിസ്കരിക്കാത്തവന്, ഖുർആൻ ഓതാത്തവന് അല്ലാഹു നരകത്തിലിടുമെന്നുള്ള പേടി ഒരു മുസ്ലിമിനുണ്ടാകണം. അതുപോലെ തന്നെ അവനൊരു പേടി മാത്രമല്ല, അവനൊരു വിശ്വാസം ഉണ്ടാകണം. കണ്ടുപിടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ രണ്ടാമത് 100 തികച്ചിട്ട് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ശിക്ഷയോട് നമുക്ക് പേടിയുണ്ടാകണം. കണ്ടുപിടിച്ച പേടിയും വേണം. കഞ്ചാവടിച്ച ശിക്ഷയ്ക്ക് തരുന്നവനാണെന്ന്, പലിശ കച്ചവടം നടത്തിയ ശിക്ഷിക്കും, നിസ്കരിക്കാതെ നടന്ന ശിക്ഷിക്കും. ഖുർആൻ പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വഅൻ അദാബി ഹുവൽ അദാബുൽ അലീം. അല്ലാഹുവിന്റെ പ്രവാചകനോട്, മുത്തുനബിയോട് അല്ലാഹു പറയുന്നു, നബിയേ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക്, ചെറുപ്പക്കാരനാണെന്ന് ചെയ്തവന് പുറത്തു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ. അല്ലാഹു അവിടെന്ന് പറയുകയാണ്. എന്നിട്ട് പടച്ച റബ്ബ് അവസാനം പറയുകയാ, വേദനയേറിയ ശിക്ഷയൊന്നും എനിക്ക് അതാ ഇന്ന അദാബി, വലിയ ശിക്ഷയും ഉണ്ടെന്നവന്
പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാ. ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാ. എന്തായാലും നനഞ്ഞു ഇനിയിപ്പോ കുളിച്ചു കയറാം. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനാണോ? എന്തായാലും നാണം കെട്ടു കുടിയൻ അല്ലാഹുവിനോട് നമ്മൾ നാട്ടുകാർ പറഞ്ഞു എനിക്ക് തെറ്റിപ്പറ്റി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ചില വിരുദ്ധന്മാര് ചിന്തിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങും അല്ലാഹു നിനക്ക് പുറത്തു തരും. പറഞ്ഞു ഹീമ നൽകുമാറാകട്ടെ. നമ്മളിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഗാഫിറുദ് ദംബി വകാബിലു തൗബി ശദീദുൽ ഇഖാബ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ് പാപം പൊറുക്കുവാനും പശ്ചാത്താപം സ്വീകരിക്കുവാനും കഠിനമായി ശിക്ഷിക്കുവാനും അല്ലാഹുവിന് കഴിവുണ്ടെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പടച്ചവന് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പാപങ്ങൾ പൊറുക്കുന്നവനാ. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാതെ വീണ്ടും നീ തോന്നിമാസിയെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദാബിനെ പേടിക്കണേ. അതുപോലെ തന്നെ പടച്ച റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അല്ലാഹുവേ ജീവിതത്തിൽ പാപങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ട് നടക്കലല്ല. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവന് സ്ഥിരമായി കുടിക്കലല്ല. വില്ലിരിക്കുന്നവൻ അങ്ങനെ, പലിശ തിന്നുന്നവൻ അങ്ങനെ, നിസ്താരം മുടക്കി നടക്കുന്നവൻ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അങ്ങനാകാൻ പാടില്ല. ദിവസങ്ങൾ കഴിയുമ്പോൾ ആയുസിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഖുർആൻ എവിടെന്ന് പറയുമ്പോൾ കൊണ്ടിരിക്കുകയാണ്. അതിനെവിടെന്ന് പറയുന്നു അതിക്രമിക്കുകയാണ്. അതുപോലെ മാറ്റം വരട്ടെ. 30 35 40 തോന്നുന്നില്ലല്ലോ ഒന്നവനാണെന്ന്, തോന്നുന്നില്ലല്ലോ ചെയ്തവനെ പുറത്തു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞവരുടെ പറയുകയാണ്. എന്നിട്ട് അവസാനം പറയുകയേറിയ ശിക്ഷയെന്നവരെ ഇവിടെ പഠിച്ചവരൊക്കെ എവിടെ പോയി പറഞ്ഞു കൊടുക്കാൻ ഖബർസ്ഥാനിലാണ് പറയുന്നത്. എന്റെ അനുജനവിടെ പാപങ്ങൾ പുറത്തു തരുന്നവിടെ നിന്റെ അനുജനവിടെ നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ പറമ്പിലാണ് നിന്നെക്കാലം പ്രായം കുറഞ്ഞ മകൻ കബറിനകത്ത് വാപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ വാപ്പായിക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ നന്നായിക്കോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ പശ്ചാത്തലമില്ലല്ലോ. രണ്ട് കൈയും ഉയർത്തിയിട്ട് പടച്ച റബ്ബിനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എനിക്ക് പുറത്തുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു സമയം കിട്ടണമെന്നില്ല. പലരും 50 പറയുകയാണ് പാപം പൊറുക്കുവാനും ഇവരിവിടെ ഇരിപ്പുണ്ടല്ലോ സ്വീകരിക്കുവാനും റസൂല് പറയുകയാനും നബി പറയുന്നു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്ത് മലക്കിറങ്ങി വരികയാണ്. ഇത് പറ്റാത്ത വയസ്സ് കഴിഞ്ഞവനോട് തോന്നി മനസ്സിയെ പോലെ നിന്നെ ശിക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ അവന്റെ കൂട്ടത്തിൽ നിന്നെ എന്നല്ലേ പറയുകയാണ്. 50 വയസ്സ് കഴിഞ്ഞവരെ അബിനെ പേടിക്കണേ. വിളിച്ചു പറയുകയാ അബിനെ പേടിക്കണേ. അവരുടെ കൂട്ടത്തിൽ നിന്നെ എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ സഹോദരാ
അതുകൊണ്ട് പാപങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിൽ നിന്ന് എണ്ണരുത്. പൈലച്ചുകൊണ്ടിരിക്കുന്നവനെ സ്ഥിരമായി കുടിക്കലല്ല മയ്യത്തുകളുണ്ടല്ലോ. പള്ളികളുടെ ചുറ്റുപാട് കിടക്കുന്ന കബറാളികളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനാകാൻ പാടില്ല. ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അസ്റായിലിനെ കണ്ടുമുട്ടാനുള്ള സമയം ഇങ്ങനെ അതിക്രമിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റം വരട്ടെ. പടച്ചവനെ, 30 35 40 45 50 55 എന്നിട്ടും നന്നാകാൻ തോന്നുന്നില്ലല്ലോ. നന്നാകണമെന്ന് തോന്നുന്നില്ലല്ലോ. എത്രയോ പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് നിസ്കരിച്ച വാപ്പാ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ട പെങ്ങള്, ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് കാണുകയാ. കൂടെ പഠിച്ചവരൊക്കെ എവിടെ പോയി? പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. നിന്റെ ജ്യേഷ്ഠനെവിടെ? നിന്റെ അനുജനെവിടെ? നിന്റെ ജ്യേഷ്ഠനെവിടെ? നിന്റെ അനുജനെവിടെ? രണ്ടുപേരും പള്ളിപ്പറമ്പിലാണ്. എന്തിനാ മനുഷ്യ നിന്നെക്കാളും പ്രായം കുറഞ്ഞ മകൻ കബറിനകത്ത്? വാപ്പ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ വാപ്പായിക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, നന്നായിക്കോ. മരണം വരുന്നതെന്ന് അറിയില്ലല്ലോ. രണ്ട് കൈയും ഉയർത്തികെട്ട് പടച്ചറപ്പിനോടല്ലാ, എനിക്ക് പുറത്തുതാ അല്ലാ എന്ന് ചോദിക്കാ സമയം കിട്ടണമെന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ തങ്ങൾ പറഞ്ഞല്ലോ, ഇരിക്കുന്നതിൽ പലരും 50 കഴിഞ്ഞവരാ. 50 വയസ്സ് കഴിഞ്ഞവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വിചാരോ പറയുകയാ, മുത്തുനബി പറയുന്നു, അല്ലാഹുവേ, എല്ലാ ദിവസവും പ്രഭാതമാകുമ്പോ ആകാശത്തൊരു മലക്കിറങ്ങി വരികയാണ്. ആകാശത്ത് മലക്കിറങ്ങി വരികയാണ്. എന്നിട്ട് 50 വയസ്സ് കഴിഞ്ഞവനോട് മലക്കുകളെ വിളിച്ചു പറയുന്നതെന്നറിയുവോ? മനുഷ്യ, ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ. 50 വയസ്സ് കഴിഞ്ഞവര്, 50 വയസ്സ് കഴിഞ്ഞവര് അല്ലാഹുവിന്റെ മലക്ക് വിളിച്ചു പറയുകയാ, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ. സമയം കഴിഞ്ഞു മനുഷ്യ, നീ മരിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലാഹു നിനക്കൽപ്പം അവസരം തന്നിരിക്കുകയാ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത്. പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളുണ്ടല്ലോ, ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, ആ കബറിൽ കിടക്കുന്നവന്റെ കൂട്ടത്തില് നിന്നെ എണ്ണാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ പറഞ്ഞത്, 50 കഴിഞ്ഞവൻ തീരാറായി, വേണ്ടതൊക്കെ പെട്ടെന്ന് ചെയ്തു ഒരുങ്ങിക്കോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പാപങ്ങൾ ചെയ്താൽ അള്ളാഹുവിനോട് പറ, പശ്ചാത്തപിക്ക് റബ്ബിനോട് അള്ളാഹിന്റെ മുന്നിൽ പറഞ്ഞു നന്നാകെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു പൊളിക്കാൻ നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട എങ്ങനെ എണ്ണണം? അള്ളാഹുവിന്റെ അദാബുകളെ നിങ്ങൾ ഭയക്കണം. ഞാൻ പറയല്ല, എല്ലാ ദിവസവും രാവിലെ ഷാജിക്കായി വിളിച്ചിട്ട് മലക്ക് പറയാ, റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദി അത്അമഹും വല്ലദി അത്മഅ അയ്യഗ്ഫിറ. പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരു തെറ്റും അല്ലാഹു, അന്നത്തെ ദിവസമല്ല എന്നിവിടെ വെച്ച് അതാ പറഞ്ഞത്, ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഇന്ന് പശ്ചാത്തപിച്ച രക്ഷപ്പെടും. പടുത്ത് കാലഘട്ടത്തിൽ വെട്ടിക്കൂടെ. ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കും. ഒരു സഹാബി വ്യഭിചരിച്ചു. ഇത് പറയുമ്പോ അടയാളങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല. പക്ഷെ മായിസ് റളിയല്ലാഹു തആല അൻഹു നേരെ പ്രവാചകൻ പതാകാത്തവൻ വിചാരിക്കുന്ന പ്രശ്നം, അപ്പൊ എന്നെ വെട്ടാറായിട്ട് വിചാരിച്ചു, ഞാനപ്പോ ഇതിനർത്ഥം എന്ന് പറഞ്ഞു 50 വയസ്സ് കഴിഞ്ഞവൻ ഖബറിൽ വിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം വിളിച്ചു പറയും. അതുകൊണ്ട് പറഞ്ഞു, നീ പോ മായിസ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു. എന്തിനാ? പോയി പശ്ചാത്തപിക്കട്ടെ, പോട്ടെ. ഈ സഹാബി 60 വയസ്സ് കഴിഞ്ഞവൻ രണ്ടാമതും വന്നു,
മലക്ക് പറയുകയാ, ഞാൻ ബിബിയുടെ ഖബർ ജീവിതവും കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഓടിക്കുക, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിൽ നിൽക്കുക, അള്ളാഹുടെ കോടെ നിൽക്കുക. എത്രയോ കൊല്ലം കൊണ്ട് കിടക്കണം, എത്ര കൊല്ലം കിടക്കണം, അള്ളാഹു ഖബർ ജീവിതം ബോധമില്ലാതെ വിളിച്ചു പറയുക, കള്ളു കുടിച്ചു, അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ അറിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖബറും കഴിഞ്ഞിട്ട് പലലോകത്ത് നിൽക്കുന്നവരുടെ വിചരിച്ചില്ല 60 ഇസ്ലാമിന്റെ നിയമം എനിക്കറിയാം, 70. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഏറ്റു പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്താ പറയാ, ഇവിടെ വെച്ച് ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഒരു തെറ്റിന്റെ പേരിൽ ഇങ്ങനെ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 വട്ടം ശിക്ഷയില്ല, ഒറ്റ വട്ടമേ ഉള്ളൂ. അവസാനം ഒരു ദിവസം പറഞ്ഞു, ഇതെനിക്ക് സഹിക്കാൻ പറ്റിക്കാം, അള്ളാഹുടെ നരകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സഹാബി എറിഞ്ഞുകൊല്ലുകയാണ്. പക്ഷെ ഈ സഹാബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അത് ആരാണെന്ന് ആരും ചോദിച്ചില്ല. അല്ലാഹു പിടിച്ചു നിർത്തി. ആ പെണ്ണ് ആരാണെന്ന് ചോദിച്ചില്ല. പക്ഷെ ആ പെണ്ണ് അറിഞ്ഞു, മായിസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എറിഞ്ഞു കൊന്നു എന്നറിഞ്ഞപ്പോ സമാധാനം ഇല്ല. നേരെ ഈ പറഞ്ഞതിനർത്ഥം പ്രതി ഞാനാൻ പോവാ, രണ്ടാമത്തെ പ്രതി ഞാനാ, ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ വാപ്പ മായിസ. അവരെ കിടക്കുന്ന ഒരാൾക്ക് നിസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ടാ പറഞ്ഞത്, നീ ഗർഭിണി 80 കഴിഞ്ഞവൻ തീരാറായി, വേണ്ട പെണ്ണ് വീട്ടിൽ പോയി ചെയ്തു 9.5 മാസം കഴിഞ്ഞു പ്രസവിക്കുമാറാകട്ടെ. എന്തിനാ പ്രവാചകൻ? ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പാപങ്ങളെന്ന് ആഗ്രഹം ഉണ്ടാവുന്നോട് പറ. പക്ഷെ ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന പ്രായം വരെ ആകണം. അപ്പോഴും പ്രവാചകൻ ചിന്തിച്ചു, അതുപോലെ അല്ലാഹു ചോരക്കുഞ്ഞിനെ ബോധവും ജീവിക്കണമെന്നുള്ള ആഗ്രഹം റസൂലുള്ളാഹി വരാതിരിക്കുന്നു കരുതിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദി അത്അമഹും വല്ലദി അത്മഅ അയ്യഗ്ഫിറ. പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരു തെറ്റും അല്ലാഹു അന്നത്തെ ദിവസമല്ല കാണിച്ചു. ഇവിടെ വെച്ച് അതാ പറഞ്ഞത്, നബിയുടെ മുന്നിൽ വന്നിട്ട് എന്റെ മകൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ശിക്ഷത ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നതിന് മുന്നിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ, അടയാളങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ പക്ഷെ മായിസ് റളിയല്ലാഹു തആല അൻഹു നേരെ പ്രവാചകൻ ഞാൻ പറഞ്ഞു വന്നത്, നബിയെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല, പക്ഷേ ചെയ്ത പാപം ഒറ്റ കാരണം എന്ത്? അല്ലാഹു വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പറഞ്ഞു, നീ പോ മായിസ പോ എന്ന് പറഞ്ഞ് ഓടിച്ചു. എന്തിനെ പോയി? പറ്റാത്ത വിക്കട്ടെ, പോട്ടെ. ഈ സഹാബി പോയി, ഉറക്കം വരുന്നില്ല. രണ്ടാമതും വന്നു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഓടിക്കുക പോ, ഇതോടന്ന് വിളിച്ചു വീണു പോ എന്താന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഓടിച്ചു. സഹാബി മൂന്നാമതും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് മൂന്നാമതും പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. സഹാബ ബോധമില്ലാതെ വിളിച്ചു പറയുക, കള്ള് കുടിച്ചു. ഇപ്പൊ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എനിക്കറിയാം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം, എനിക്കറിയാം നബിയെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റു പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇന്നിവിടെ വെച്ച് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ ഒരു തെറ്റിൻ്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ 2 വട്ടം ശിക്ഷയില്ല, ഒറ്റ വട്ടമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹു നീതിമാന, ഇതെനിക്ക് സഹിക്കാൻ പറ്റും, അല്ലാഹുടെ നരകം എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലാന്. ആ സഹാബി എറിഞ്ഞു കൊല്ലുകയാ. പക്ഷെ ഈ സഹാബിയുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അത് ആരാണെന്ന് ആരും ചോദിച്ചില്ല. ആ പെണ്ണ് ആരാണെന്ന് ചോദിച്ചില്ല. പക്ഷെ ആ പെണ്ണറിഞ്ഞു, മായിസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എറിഞ്ഞു കൊന്നു എന്നറിഞ്ഞപ്പോ സമാധാനമില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ പ്രതി ഞാനാണ് നബിയെ, രണ്ടാമത്തെ പ്രതി ഞാനാ. ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞിന്റെ വാപ്പ മായിസ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ പെണ്ണ് വീട്ടിൽ പോയി, 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു. സത്യത്തിൽ എന്തിനാ പ്രവാചകൻ പറഞ്ഞു വിട്ടത്? കാത്തിരുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഒന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, നീ പാല് കൊടുക്ക്.
പാല് കൊടുക്കണമല്ലോ കുഞ്ഞിന്. അതുകൊണ്ട് കുഞ്ഞു വല്ലതും കഴിക്കുന്ന പ്രായം വരെ ആകണം, എന്തെങ്കിലും പാല് കുടിക്ക്. അപ്പോഴും പ്രവാചകൻ ചിന്തിച്ചെന്തേ, ഈ ചോരക്കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, അപ്പോൾ വരാതിരിക്കുമെന്ന് കരുതിയിട്ടാണ് പറഞ്ഞു വിട്ടെ. എന്നാൽ ആ പെണ്ണ് ആ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇലാ ഹദറത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ മോൻ ഭക്ഷണം കഴിക്കുന്ന നബിയെ കാണിച്ചു കൊടുത്തു. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് എൻ്റെ മകൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കുള്ള ശിക്ഷത. എന്തുകൊണ്ടാ? അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അദാബുകൾ, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നേരിടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്. ഇവിടെ ആണെങ്കിൽ മരണം കൊണ്ട് തീരുമല്ലോ എന്ന് കരുതിയിട്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷേ ചെയ്ത പാപം ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് നന്നായിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.